ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. ഈ നോമ്പ് നാളുകളിൽ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുവാൻ, സ്വയം നന്നാകുവാൻ, രൂപാന്തരപ്പെടുവാൻ, മനസ്സിനെയും ഹൃദയത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു രൂപാന്തരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവം ക്രൂശിലൂടെ പുതുക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിന് ഞാൻ പ്രത്യേകമായ ഒരു തലക്കെട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വയം നന്നാകുക. പ്രശസ്ത ആധ്യാത്മിക ചിന്തകനായ ആൻ്റണി ഡിമർലോയുടെ സോങ് ഓഫ് ദ ബേർഡ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു കഥ വിവരിക്കുന്നുണ്ട്. സൂഫി തന്നെക്കുറിച്ച് പറയുകയാണ്, യുവാവായിരുന്നപ്പോൾ ഞാനൊരു വിപ്ലവകാരിയായിരുന്നു. ദൈവമേ, ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി എനിക്ക് തരയണമേ എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന. എന്നാൽ അയാൾക്ക് ഒന്നും സാധ്യമായില്ല. മധ്യവയസ്കനായ സൂഫി ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവമേ, എന്നെ സമീപിക്കുന്ന എല്ലാവരിലും മാറ്റം വരുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. തൻ്റെ കുടുംബക്കാരെ പോലും മാനസാന്തരപ്പെടുത്തുവാൻ കഴിയാതെ വൃദ്ധനായപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ തന്നെ മാറ്റുവാനുള്ള കൃപ എനിക്ക് തരയണമേ. പ്രിയമുള്ളവരെ, ഇന്ന് നാട് നന്നാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരിലും സൂഫിയെപ്പോലെ തന്നെയാണ്. സ്വയം നന്നാകുവാൻ ശ്രമിക്കാതെ നാടും സമൂഹവും നന്നാക്കുവാൻ പരിശ്രമിക്കുകയാണ്. നല്ല ആശയങ്ങളും ആദർശങ്ങളും പ്രസംഗിക്കുന്നവർ കയ്യടി വാങ്ങുന്നു. വ്യക്തിജീവിതത്തിൽ നീതിബോധവും സത്യസന്ധതയും ഇല്ലാതെ അഴിമതിക്കും കൈക്കൂലിക്കും എതിരായി പ്രസംഗിക്കുന്നവരുണ്ടല്ലോ. ദൈവത്തെ കൊണ്ടുകൊടുക്കുന്ന പലരിലും ദൈവം എത്രയോ അകന്നു നിൽക്കുന്നു. മദ്യപാനത്തിൻ്റെ ദൂഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവൻ മൂക്കറ്റം മദ്യപിച്ചാലോ, കൈക്കൂലി കൊടുത്ത് സ്വന്തം കാര്യം സാധിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പിതാവ് എല്ലാവരും ഇങ്ങനെയാ മോനെ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ്. സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ നാം വെമ്പൽ ഇട്ടുകയാണ്. നിന്റെ കണ്ണിൽ കഴുക്കോൽ പ്ലാങ്ക്, മറ്റവൻ്റെ കണ്ണിലെ അറക്കപ്പൊടി സാഡസ്റ്റ് എടുത്തു കളയുവാനാണ് മനുഷ്യന് ഇന്ന് താല്പര്യം. അതിനുവേണ്ടി മനുഷ്യൻ അശ്രാന്തം പരിശ്രമിക്കുകയാണ്. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ വച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ചെറിയ കുറവുകളിൽ സന്തോഷിക്കുന്നവൻ അതിനെ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു സ്വഭാവം. അതാണ് സ്വയം നന്നാകാതെ മറ്റുള്ളവരെ വിധിക്കുന്ന അനുഭവം. ഇതിന് ദോഷൈക ദൃക്ക് എന്ന് പറയാം. ചിന്തയ്ക്കായി എടുക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുൻപാകെ യഹൂദ മേധാവികൾ കൊണ്ടുവരികയാണ്. ന്യായപ്രമാണം അക്ഷരം പ്രതി അനുഷ്ഠിക്കുവാൻ താല്പര്യമുള്ളവരാണല്ലോ യഹൂദന്മാർ. എന്നാൽ യേശുവിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് മാറിപ്പോവുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ശേഖരിച്ചു വച്ചിട്ടാണ് മറ്റുള്ളവരെ ജീവിതത്തിലേക്കും അവരുടെ കുറവുകളിലേക്കും ഇന്നത്തെ മനുഷ്യൻ നോക്കുന്നത്. അപ്പോൾ സ്വയം നീതീകരണമാണ് ഏറ്റവും വലിയ പാപമെന്ന് ദൈവവചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഇരുട്ടിനെ പഴിച്ചിട്ട് എന്തു കാര്യം? ഇരുട്ടുള്ള ജീവിതത്തിൽ ക്രിസ്തു എന്ന ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ കത്തിച്ചു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉണ്ടാകും. സ്വയശിക്ഷണവും പരബഹുമാനവും നമ്മുടെ കൈമുതലായിട്ടിരിക്കട്ടെ. മറ്റുള്ളവരിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് കരുതുക. സ്വയം വിമർശനത്തിനും തിരുത്തലിനും നാം തയ്യാറാവുക. ഈ നോമ്പ് നാളിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വയം ജീവിതത്തിൽ കുറവുകളൊക്കെയും ഒളിപ്പിച്ചു വെച്ച് നമുക്ക് ആ കുറവുകളെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ള നന്മ, എൻ്റെ പ്രവൃത്തി, എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക എന്ത് എന്നുള്ളത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. അതെല്ലാം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നത് ശരിയല്ല. സ്വയം നന്നാകാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരിലേക്ക് നോക്കാതിരിക്കുക, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. സ്വയം രൂപാന്തരത്തിനും മാനസാന്തരത്തിനും വിധേയപ്പെടുത്തിയിട്ട് മാത്രമേ മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കാവൂ.
അപ്പോൾ ആരും നല്ലവരില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സത നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം എല്ലാവരും ഒരേ കാഴ്ചപ്പാടുള്ളവരായി മാറണം. ഞാനും നിങ്ങളും ജീവിതത്തിൽ കുറവുള്ളവരാണെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതേറെ നന്നാണ്. പരീശന്മാരുടെയും ജീവിതം അപ്രകാരമാണല്ലോ. സ്വയം നീതീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ നീതിയുള്ളവനാണ്, ഞാൻ ശുദ്ധനാണ് എന്ന് സ്വയം വിധിയെഴുതുന്നതല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയും മറ്റുള്ളവരെ താളടിയായി കാണുകയല്ല നമ്മുടെ ജീവിതം. യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ആ വ്യഭിചാരിയായ സ്ത്രീയുടെ മുഖത്ത് പോലും യേശു നോക്കാതെ മറ്റുള്ളവരെല്ലാം ആ സ്ത്രീയിലേക്ക് കല്ലുകൾ ഓങ്ങി മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ നിൽക്കുമ്പോൾ യേശു കർത്താവ് നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതി എന്നുള്ളതാണ്. കാരണം ഞാൻ മുഖത്ത് നോക്കുമ്പോൾ അവളുടെ ജീവിതം ഒരു വേദനയോ നോവോ ഉണ്ടാകരുത്. അവിടെ ആണ് യേശു പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. കാരണം അവരെല്ലാവരും പാപികളാണ്, അവരെല്ലാവരും ബലഹീനരാണ്, അവരെല്ലാവരും കുറവുള്ളവരാണ്. അവർ കല്ലുകൾ താഴെയിട്ട് മാറിപ്പോവുകയാണ്. സ്വയം നന്നാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വിശുദ്ധിയുടെ അനുഭവം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കടാക്ഷം നമുക്കുണ്ടാകൂ. നാം ശുദ്ധിയുള്ളവരാണ് എന്ന് നാം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട. നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർ വായിച്ചെടുക്കും നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതം. അതിന് ക്രൂശിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുക, സ്വയം നന്നാവുക, രൂപാന്തരപ്പെടുക, ഓരോ ദിവസം അനുതാപത്തോടെ മുന്നേറുക. അവിടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. സ്വയം നന്നാകാം. അതിലൂടെ നാം നന്നാകുന്നതിലൂടെ നമ്മിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ സൗരഭ്യം അനുഭവിക്കട്ടെ. നമുക്കതിന് ക്രൂശിലേക്ക് നോക്കാം. ക്രിസ്തു യേശുവിലെ പാപം ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ ചിന്തകളെ പുതുക്കി ഈ നോമ്പ് നാളിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനും പരിശുദ്ധനുമായ കർത്താവേ, അനുഗ്രഹീതമായ ഒരു നിമിഷം ഞങ്ങൾക്ക് പ്രാർത്ഥനാപൂർവം അവിടുന്ന് ഒരുക്കി നൽകിയതുകൊണ്ട് സ്തോത്രം. സ്വയം നന്നാവുക എന്ന ചിന്തയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ക്രൂശിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിലെ തിന്മകളെ കണ്ടെത്തി അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടാണ് എന്ന് ബോധ്യപ്പെട്ട് അവയെ സ്വയം തിരുത്തുമ്പോൾ നമ്മിലുള്ള വെളിച്ചം മറ്റുള്ളവർ നാം പറയാതെ തന്നെ ബോധ്യപ്പെടുത്താതെ തന്നെ തിരിച്ചറിയുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവകൃപയെ മറ്റുള്ളവർ അനുഭവിച്ചറിയുകയാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഒളിപ്പിച്ചു വെച്ച് മറ്റുള്ളവരെ കുറവ് നോക്കി സ്വയം നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെ ക്രിസ്തുവിൽ നോക്കി നമ്മുടെ കുറവുകളെ കണ്ടെത്തി തിരുത്തി ജീവിപ്പാൻ, സ്വയം നന്നാകുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ സഹായിക്കണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. കർത്താവേ, നാം പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്ന ഒരു ജീവിതമാണ്. അപ്രകാരം ഒരു ജീവിതം ഒരുക്കാതെ സത്യസന്ധമായ അനുതാപമുള്ള നീതിബോധമുള്ള ജീവിതം നയിച്ച് ക്രിസ്തുവിനോളം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ നാളുകൾ ഞങ്ങൾക്ക് അതിനു വേണ്ടി ദർശനത്തോടെ ഞങ്ങളെ ഒരുക്കണമേ. വചനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി പ്രവർത്തിപ്പാൻ സഹായിക്കണം. യേശു മുഖാന്തര പ്രാർത്ഥന കേൾക്കണം. ദയയുള്ള പിതാവേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.